അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മങ്കരയിലാട്ടോ. മങ്കരയിലാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സിനിമ ലൊക്കേഷൻ കാണാൻ പറ്റും. അതായത് മീശാമാധവൻ ലൊക്കേഷൻ. അതായത് മങ്കര റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ. ഒരു പഴയൊരു തറവാടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാൻ പോവാം. അപ്പോൾ മെയിൻ റോഡ് ഇതാട്ടോ. ഈ ലൊക്കേഷനിലേക്കുള്ള മെയിൻ റോഡ് ഇതാണ്, കണ്ടില്ലേ? ഇവിടെ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്നാണ് ഫുഡ് അടിച്ചത്. ചെറിയൊരു 3 കൂടി ജംഗ്ഷൻ, അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ വഴിയാണ് പോകേണ്ടത്. നല്ല മഴ കേട്ടോ അവിടെ. നോക്കി അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഹലോ, അപ്പം നമ്മളിതാ ലൊക്കേഷൻ അവിടേക്ക് എത്തിയിട്ടാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്, ഒരു മുസ്ലിം പള്ളിയും അതുപോലെ ഒരു അങ്കനവാടി ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റിൽ റോഡുണ്ട് താഴത്തേക്കായിട്ടുള്ളത്, കണ്ടില്ലേ? താഴത്തേക്കുള്ള റോഡിലാണ് ലൊക്കേഷൻ കേട്ടോ. നല്ല മഴയാണ്. വേറെ ഇപ്പം എന്താ ഇവിടെ അടയാളം പറയുന്നത്? ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്, കണ്ടോ? ഇതാണ് ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ലൊക്കേഷൻ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ലൊക്കേഷനിലെത്തിയിട്ടാണ്. നമ്മൾ ഈ ലൊക്കേഷനിൽ പിള്ളേച്ചൻ്റെ വീട്ടിലെത്തി. അപ്പോൾ പിള്ളേച്ചൻ്റെ വീട്ടിലാണ് ഈ ലൊക്കേഷൻ. അതായത് ദിലീപ് ഇവിടെ കയറുന്ന സീൻ. അതായത് ദിലീപ് ഇങ്ങനെ പറയും, ഈവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചാൽ ആ വീട്ടിൽ കയറിയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ റിയലായിട്ടുള്ളൊരു വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ പള്ളി അതുപോലെ അങ്കനവാടി ആ സൈഡിൽ കൂടി ചെറിയ റോഡുണ്ട് കേട്ടോ. ആ റോഡിൽ കൂടെയാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. കണ്ടില്ലേ, ടാർ ചെയ്യാത്ത റോഡാണ്. ഫുള്ള് കല്ലൊക്കെ ഇട്ട് ഇതാക്കി വെച്ചത് പഴയൊരു തറവാടാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇവിടെയാണ് ആ വീട്. ഇതൊക്കെ കാണാണ്ട് വീട് കേട്ടോ, കണ്ടില്ലേ? ഒരു 2 നിലയാണ് വീട് കേട്ടോ, കണ്ടില്ലേ? അത് അപ്പുറത്തൊക്കെ പറമ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട് കണ്ടു കേട്ടോ. അതാണ് വീട്. നല്ല അടിപൊളി വീട് തന്നെ കേട്ടോ. ഇവിടെയാണ് ആ സ്റ്റെപ്പും. ഈ സ്റ്റെപ്പിലിരുന്നിട്ടില്ല അങ്ങനെ പറഞ്ഞേ 10,000 രൂപ അല്ല കൂട്ടാം, 1 രൂപ കൂട്ടാം, 1001 രൂപ എന്ന് പറഞ്ഞ സീനൊക്കെ. ആ സീനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ മീശ പിരിച്ച് കയറണതൊക്കെ ഇതിൻ്റെ മേലെയാണ് സംഭവം ഷൂട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൾ താമസം ഉണ്ടോയെന്ന് എങ്ങനെയൊന്നും അറിയില്ല. നല്ല വീടൊക്കെ നല്ല കിടലിന് ലുക്കാണ്, കണ്ടില്ലേ? കാറൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ. കണ്ട, ഇതാണ് ഫ്രണ്ട് ഭാഗം. കണ്ടില്ലേ ഫ്രണ്ടിലത്തെ എൻട്രി? അവിടെ ട്രെയിൻ പാളൊക്കെ ഉണ്ട്. ഇതാണ് ആ കവാടം, കണ്ടില്ലേ? ബാക്കിൽ ഇതാ ട്രെയിൻ ക്രോസ് ആണ്. ട്രെയിൻ പോകണുണ്ടല്ലേ ഇതിനെ? വീടിൻ്റെ ബാക്കിലുള്ള ട്രെയിൻ. ഇതാണ് വീട് കേട്ടോ. നമ്മുടെ അടിപൊളി കിടിലൻ വീടാണ്. ബാക്കിൽ കൂടെ ട്രെയിൻ പോണത്. വഴി അതേ തന്നെയാണല്ലോ. ഇത് അവിടെ നിന്നാണ് കയറി വരുന്നത്. കവാടൊക്കെ കണ്ടില്ലേ? പിന്നെ വേറെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, വീടൊക്കെ നല്ല ഒരു രക്ഷയില്ലാട്ടോ. നല്ല പഴക്കളതായാലും നല്ല അടിപൊളി ലുക്ക് തന്നെ കാണാൻ.
അതിൻ്റെ മേലെ കൂടെ അല്ലേ ദിലീപ് കയറി പോണത്. അപ്പോൾ നമ്മുടെ ജഗതിയും ആയിമാധവനും താമസിച്ച വീടാട്ടോ അത്. അല്ലടാ ഇവിടെ തൊഴുത്തുണ്ടാകുന്നില്ലേ? ശരിക്കും അവിടെ നിന്നാണ് പൈസ ഒക്കെ എണ്ണി കൊടുത്തത്. പിന്നെ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. തൂണൊക്കെ കണ്ടില്ലേ, നല്ല ക്ലിയറൊക്കെ അടിച്ച് അടിപൊളി ആക്കിയിട്ടുണ്ട്. ഒരുപാട് മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ട് തന്നെയാണ്. അതുപോലെ ആ തൊഴുത്തിനും വലിയ കേടുപാടൊന്നുമില്ല. കണ്ടോ, പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് തമിഴ് സിനിമകളും സീരിയൽസും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞതാണ്. ഇവിടെ പില്ലറൊക്കെ രക്ഷയില്ല കേട്ടോ, നമുക്ക് ആ കിടില മറക്കണം നോക്കാം. സൈഡിലൊക്കെ ഉണ്ടല്ലോ നല്ല അത്യാവശ്യം വലിയ പറമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. റബ്ബർ എസ്റ്റേറ്റാണ് സൈഡിലൊക്കെ. ഇതെന്തിട്ട് സാധനം കുടംപുളി കൊണ്ടുല്ലേ, ബാക്കിലിതാ പത്തായപ്പുര. അതിൻ്റെ മേലെയാണ് അവൻ കക്കൻ കയറുക. ഏയ് മറ്റേ ഇവനെ പിടിക്കില്ലടാ വാലൊക്കെ ഇട്ടിട്ട്. അതൊക്കെ വേറെ വീടാ, പിന്നെ രണ്ട് വശം അങ്ങനെ മാത്രം വലിയ വീടല്ല. സംഭവം നല്ല പഴക്കമുണ്ട്. മാങ്ങയൊക്കെ ഉണ്ടായിട്ടില്ല, നല്ല നോക്കി. അപ്പോൾ ഗൈസ്, മീശമാധവൻ്റെ ഈ വീടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സെറ്റൊക്കെ ആയിരുന്നത് അന്നത്തെ കാലത്ത്. പിന്നെ അത് കുറേ മെയിൻ്റനൻസൊക്കെ ചെയ്ത് ഇപ്പോഴും അടിപൊളിയാക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷം ഇത്രേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.